തേങ്ങാ ചട്നിയുടെ രുചിയിൽ തേങ്ങയില്ലാതെ ഒരു തക്കാളി ചട്നി തയ്യാറാക്കിയെടുത്താലോ? ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നിയുടെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തേങ്ങയില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചട്നിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ? അപ്പോൾ തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നല്ലൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ചിട്ട് ഞാൻ എടുക്കുന്ന അളവുകൾ കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണും ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തോരൻ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടുകടലയും എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഉഴുന്ന് പരിപ്പൊക്കെ നല്ലൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് വെക്കാം. ഒരു 2 സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 വറ്റൽമുളകും അതേപോലെ തന്നെ ഒരു കാശ്മീരി മുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നല്ലൊരു തക്കാളി ചട്നിയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. ഇതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ നമുക്ക് കേടുകൂടാതെ ഇരിക്കും ഈ തക്കാളി ചട്നി. അപ്പോൾ നമുക്കിത് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മെയിനായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കുറച്ചൊരു കൈപ്പിടി അളവിൽ പുതിനയും അതേപോലെ തന്നെ മല്ലിയിലയുമാണ് നമുക്കിനി വേണ്ടത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്തുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നിക്ക് പ്രത്യേക രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 തക്കാളി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പകുതി കുക്കാവുന്നവരേക്കും നമുക്ക് വന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിന് ഞാനൊരു ചട്ട വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ചെറിയ കഷ്ണം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയതിനു ശേഷം നമുക്ക് പുളി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റാണ്. അതേപോലെ നമ്മൾ ഉഴുന്നും പരിപ്പൊക്കെ ചേർത്തുന്നത് നമുക്ക് ഇതേ രീതിയിൽ തിക്കായിട്ട് കിട്ടും. ഞാനിവിടെ അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കടുക് ഇട്ടിട്ട് നല്ലൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇല്ലാതെ നല്ല തിക്കായിട്ട് നല്ലൊരു തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ.